سيدنا محمد النبي الأمي على آله وصحبه وسلم. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും വലിയതുമായ ഒരു സംഭവം ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വത്തിൽ മഹാന്മാരായ ആലിമീങ്ങളോടുകൂടെ സയ്യിദന്മാരോടുകൂടെ ഈ പള്ളി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാമജ്‌ലിസിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചത് വളരെ സന്തോഷമാണ്. അത് നമ്മളെ ആഖിറം പരിപൂർണമായും രക്ഷപ്പെടുന്ന അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മങ്ങളിൽ നമ്മളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാവരിൽ നിന്നും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പള്ളിയെപ്പറ്റിയും നമ്മളെ ഇബാദത്തിനൊക്കെ ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, സാധാരണ കേട്ടുകൊണ്ടിരിക്കാത്ത വിഷയങ്ങൾ നമ്മൾ കേട്ടത്, അത് നമ്മൾ അവസാനം നമ്മളെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒരു ദിക്റിനെയും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഒരു ഉപദേശം കേട്ടാൽ അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത് നമ്മളെ ഹൃദയം അല്ലാഹുവിലേക്ക് അടുപ്പിക്കുക, അതിനുതകുന്ന സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക. ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു ഉപദേശമാണ്. അത് നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓർമ്മിക്കുകയും നടപ്പിൽ ആക്കുകയും ചെയ്യണം. മഹാനവരുകൾക്ക് അല്ലാഹു ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിലായി ആഫിയത്തോടുകൂടെ ദീർഘകാലം തുടരാൻ റഹ്മാനായ റബ്ബേ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഉഖ്റവിയ ഉലമായിൽ നീ അവരോടൊപ്പം ഞങ്ങളെ മറ്റ് ആലിമീങ്ങളെയും നീ ചേർക്കണേ തമ്പുരാനെ. നാട്ടിലെ ഒരു പള്ളി, വളരെ സുന്ദരമായൊരു പള്ളി, മറ്റാരും കൂടാതെ നാട്ടുകാരെ കൊണ്ട് തന്നെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും അതൊരു ഉറച്ച തീരുമാനത്തിൽ അതിനുവേണ്ടി അത്യാധ്വാനം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി ഒരു സുന്ദരമായൊരു പള്ളി ഉണ്ടായി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ നാട്ടുകാർക്ക് സന്തോഷമുള്ളതുപോലെ പരിസരത്തുള്ള എല്ലാവരും അതിനെ വളരെയേറെ സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ സമ്മേളനം നമ്മൾക്ക് വിളിച്ചോദിച്ചത്. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്യാനുള്ളത് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതൊന്ന് ഞങ്ങളൊക്കെ സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥന മരിക്കുന്നത് വരെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അവരെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരു ഭാഗമാണ്. പടച്ച തമ്പുരാൻ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മൾക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബേ ദോഷം പുറത്ത് മാഫാക്കണേ തമ്പുരാൻ. ഈ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അധ്വാനങ്ങളെ കൊണ്ടും മറ്റ് സംഭാവനകളെ കൊണ്ടും വലിയതും ചെറിയതുമായി ചെയ്ത മുഴുവൻ ആളുകൾ പെണ്ണുങ്ങൾക്കും ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ വലിയ സമ്മാനം, വലിയ വീട് സ്വർഗത്തിൽ പഠിച്ചവനെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ജീവിതമൊക്കെ ഐശ്വര്യത്തിലും ആഫിയത്തിലും തഖ്വയിലുമായി നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി സുന്നത്ത് ജമാഅത്തിന്റെ അനുഭാവികളായി ജീവിച്ച് ആഖിബത്ത് രക്ഷപ്പെടാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഇവിടെ ഇനി മഹാന്മാരൊക്കെ പ്രസംഗിക്കാനുണ്ട്. ആവതില്ലാത്തൊരു വയസ്സാലും അതിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ സദസ്സിനൊരു തകരാറുണ്ടാകണ്ട, കുറ്റപ്പെടുത്തുകയും ചെയ്യണ്ട. അതുകൊണ്ട് നല്ല നിലക്ക് ഇവിടെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, അവയിലത്തെ തണ്ണന്മാരിൽ മരിച്ചുപോയ മഹാന്മാരും ഒക്കെ കൈകാര്യം ചെയ്ത ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മലയമ്മ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ ഇവിടെ ദർസ് നടത്തി. അതുപോലെ KK ഹസ്രത്ത് ഒക്കെ നമ്മൾ കണ്ട, അതിൽ നിന്നൊക്കെ ഒരു വലിയ മഹാന്മാരായ ആലിമീങ്ങൾ ഓതിപ്പടിച്ച് അവരെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഈ നാട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇന്നും സമൂഹത്തിൽ സേവനം ചെയ്യുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയൊരു ഭാഗ്യം, എടുത്തു പറയേണ്ട ഒരു ഭാഗ്യം
ഈ നാട്ടിന് അതുമുണ്ട് എന്നതാണ്. അല്ലാഹു തആല പിന്നെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ആരെയും നീ അയിബാക്കരുതേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് പരാജയപ്പെടുന്നത് ഖബറും മശ്റയും സലാമത്തിലായി ഹിസാബ് എളുപ്പമായി ജന്നാത്തിൽ ഫിർദൗസിൽ കുടുംബസമേതം ഞങ്ങൾ നീ ഉറപ്പിച്ചു കൂട്ടണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമായിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഉഹ്റവിയായ ദർജകൾ മൗഫിറത്തിലും സ്വർഗീയമായ നിയമത്തിലും ആക്കണേ തമ്പുരാനെ. അന്ന് അവർ കാണിച്ചു തന്ന ആ മാർഗം അപ്രകാരം ഏറ്റെടുത്ത് ഇന്ന് സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന ഉസ്താദന്മാർ ഉലമാഇന് ഈ ഉമ്മത്തിനെ നയിക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ഉമ്മത്തിന് നേതൃത്വം വഹിക്കാൻ എല്ലാ കഴിവുകളും സഹായങ്ങളെയും ആഫിയത്തിനെയും തഖ്വയോടുകൂടെ അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘാടകരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാർ. അവർക്കെല്ലാം റഹ്മാനായ റബ്ബ് അവരെയും അവരുടെ കുടുംബത്തിനെയും രണ്ട് ലോകത്തും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ പിന്നിൽ ബഹുമാനപ്പെട്ട സമസ്ത നേതൃത്വം വഹിക്കുന്ന ഈ മഹത്തായ സംഘടനക്ക് എല്ലാ ശക്തിയും പകർന്നുകൊണ്ട് അവരുടെ കൂടെ നിലകൊള്ളാൻ റഹ്മാനായ റബ്ബ് നമുക്കും എല്ലാ നാട്ടുകാർക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന്റെ